ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ സെക്കൻഡ്, അതായത് നമ്മുടെ രണ്ടാമത്തെ പേപ്പറായിട്ടുള്ള CRT 05 എന്ന് പറയുന്ന പേപ്പർ, അതായത് എൻവയോൺമെൻറ്റ്, ഇക്കോളജി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പേപ്പർ കോഡ് അല്ലെങ്കിൽ ആ ഒരു പേപ്പർ നെയിം, അതിൽ നമ്മളിപ്പം എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചത്. അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു സിലബസ് അല്ല നമ്മളുടെ ആ ഒരു എൻറ്റയർ PDF കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ നല്ല പ്രോപ്പറായിട്ടുള്ളൊരു സിലബസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി തന്നെ അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പം എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ സിലബസിൽ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ്, ഇതുവരെ പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ എൻവയോൺമെൻറ്റൽ നമ്മുടെ പേപ്പറിൽ തിരിച്ചിരിക്കുന്ന 3ആയിട്ടാണ്, അതായത് എൻവയോൺമെൻറ്റ്, ഇക്കോളജി, ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ എൻവയോൺമെൻറ്റലിനകത്ത് വരുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ അതിനകത്ത് കുറേ പോർഷൻസ് ബാക്കിയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കും. പക്ഷേ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. അതായത് നമ്മുടെ അതിൽ തന്നെ വരുന്നത് മൊഡ്യൂൾ 3, അതായത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷന് തൊട്ട് ആ ഒരു പോർഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് മൊഡ്യൂൾ 3, 4, 5 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ മൊഡ്യൂൾ 3 വെച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഒരു ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിപ്പം എന്താ പറയുന്നത്, കുറേ കാര്യങ്ങളൊക്കെ കാണും. പിന്നെ അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളത് നിങ്ങൾ പഠിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾ വായിച്ചിരിക്കണം. ടെക്സ്റ്റ് വായിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഇത്രയും നാളൊരു കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് കിട്ടിയ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. പോപ്പുലേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നതാണ് മൊഡ്യൂളിൻ്റെ പേര്. നമ്മുടെ മൊഡ്യൂൾ 3 ആണ്. അപ്പോൾ ഈ പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, കുറച്ച് ഹിസ്റ്ററി ടൈപ്പ് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് പഠിക്കുമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു ഇഷ്ടത്തോടു കൂടി പഠിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ കെമിസ്ട്രിയിൽ നിന്ന് കുറച്ച് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഡീവിയേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. So population and environmental issues, that is our third module. Human population growth. It looked the entire history of the humankind for the population to reach 1 billion around 1810. Just 120 years later, it's doubled to 2 billion people. Then 4 billion people within 45 years. The number of people are raised from 4.4 billion in 1980 to 5 billion by 1997 and 7 billion today. And it is estimated that the population could be doubled again to 11 billion is less than 40 years. This means that more people are adding each day than at any other time in the human history. ഇൻട്രൊഡക്ടറി പാരഗ്രാഫായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമുക്കറിയാം ഓരോ വർഷത്തിലും എന്താണ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിനകത്ത് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് ബൈ യുണൈറ്റഡ് National Population Fund, that is UNPF, the total population is likely to reach 10 billion by 2025 and grow to 14 billion by next century. അതായത് UNPFൻ്റെ ഇത് പ്രകാരം, റിപ്പോർട്ട് പ്രകാരം 2025 ആകുമ്പോഴേക്കും നമ്മുടെ പോപ്പുലേഷൻ എത്രയാകും, 10 ബില്യൺ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു നൂറ്റാണ്ടാകുമ്പോഴേക്കും അത് 14 ബില്യണായിട്ട് ഇൻക്രീസ് ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ നമുക്കൊരു റിപ്പോർട്ട്. ബോത്ത് ഡെത്ത് റേറ്റ്സ് ആൻഡ് ബർത്ത് റേറ്റ്സ് have fallen, but death rates have fallen faster than birth rate. There are about 3 births for 1 death, with 1.6 births for 1 death is most developed countries and 3.3 births for 1 death is less developed countries. The world's population is increasing a billion for every dozen years. അപ്പോൾ ഓരോ ഡസൺ ഇയേഴ്സ്, അതായത് 12 വർഷം കഴിയുന്നതോറും നമ്മളുടെ പോപ്പുലേഷൻ, ലോകത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ബില്യൺ ടൈംസ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ ഒരു ബർത്ത് റേറ്റിനെയും ഡെത്ത് റേറ്റിനെയും കണക്ക് പറയുന്നുണ്ട്. അതായത് ബർത്ത് റേറ്റും കുറഞ്ഞു വരികയും എന്താ പറയുക, ചില കൺട്രീസിൽ ബർത്ത് റേറ്റ് കൂടി വരികയും ഒക്കെ ചെയ്യും. അതായത് ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിൽ, അതായത് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ മരിക്കുവാണെങ്കിൽ അവിടെ 3 പേര് ജനിച്ചിരിക്കും. ആ ഒരു കണക്കിലാണ് പോകുന്നത്.
ഇനിയും ഡെവലപ്ഡ് കൺട്രി, അതായത് വളരെ കുറച്ച് ഡെവലപ്പായി വരുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണെന്നുണ്ടെങ്കിൽ ഒരു മരണത്തിന് ഒരു 3.3 ബർത്ത് സംഭവിക്കും. അങ്ങനെ ഒരു കണക്കാണ് അവർ പറയുന്നത്. പക്ഷേ അപ്പം ആ ഒരു രീതിയിലുള്ളൊരു കണക്കുകളൊക്കെയാണ് ഇപ്പം റിപ്പോർട്ടുകൾ പറഞ്ഞു വരുന്നത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് മാൽത്തൂസിയൻ തിയറി എന്ന് പറയുന്നൊരു തിയറിയാണ്. മാൽത്തൂസിയൻ തിയറി ഇൻ ഒപ്പോസിഷൻ ടു ദ പോപ്പുലർ 18th century യൂറോപ്യൻ വ്യൂ ദാറ്റ് സൊസൈറ്റി വാസ് കോൺസ്റ്റൻ്റ്ലി ഇംപ്രൂവിംഗ്, തോമസ് റോബർട്ട് മാൽത്തസ്, an English clerist and scholar, wrote about the dangers of excessive population ഗ്രോത്ത്. അപ്പോൾ മാൽത്തൂസിയൻ തിയറിയിൽ തോമസ് റോബർട്ട് മാൽത്തസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ക്ലെറിസ്റ്റ്, അദ്ദേഹം ഒരു സ്കോളറായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എക്സസീവായിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത്, വളരെ ക്രമാതീതമായി നമ്മുടെ ഈ പോപ്പുലേഷൻ വർദ്ധിച്ചു വന്നാൽ ഉണ്ടാകുന്ന ഡേഞ്ചർ എന്തൊക്കെയാണ് ഉണ്ടായി വന്നാലുള്ള ആ ഒരു ഹാംഫുൾ ഇഫക്ട്സിനെ പറ്റി അദ്ദേഹമാണ് എഴുതിയിരുന്നത്. In his work, 1798 work, an essay on the principle of population, Malthus exclaimed the relationship between population growth and resources. അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ, അതിൻ്റെ ഒരു ടൈറ്റിലായിരുന്നു ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതായത് മാൽത്തസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സ്കോളർ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റപ്പിൽ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്തും അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ളൊരു എസ്സേ ആയിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. ഫ്രം ദിസ് he developed the Malthusian theory for population growth, in which he wrote the population growth occurs exponentially, so it increases according to birth rate. അപ്പം അങ്ങനെ ആ ഒരു എസ്സേയിൽ നിന്നുമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു റൈറ്റപ്പിൽ നിന്നുമാണ് ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു മാൽത്തൂസിയൻ തിയറി തന്നെ വന്നത്. അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുവാണ് അക്കോർഡിംഗ് ടു ബർത്ത് റേറ്റ്. അതായത് ബർത്ത് റേറ്റിനനുസരിച്ച് പോപ്പുലേഷൻ ഗ്രോത്ത് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുവാണ്. എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുവാണെന്ന് വെച്ചാൽ ഇ റേസ് ടു ദ പവർ, ആ ഒരു രീതിയിൽ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, ഇൻ വിച്ച് ഹി റോട്ട് ദ പോപ്പുലേഷൻ ഗ്രോത്ത് occurs exponentially, so it increases according to the birth rate. അപ്പോൾ ബർത്ത് റേറ്റ് കൂടുന്നതിനനുസരിച്ച് പോപ്പുലേഷൻ ഗ്രോത്തും കൂടും എന്നാണ് അദ്ദേഹത്തിൻ്റെ മാൽത്തൂസിയൻ തിയറിയിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് സോറി For example, if every member of a family tree reproduces, a tree will continue to grow with each generation. On the other hand, food production increases arithmetically, so it only increases at given points in time. Malthus wrote that he left unclicked and population can grow outgrow their resources. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഒരു ഇഫ് എവറി മെമ്പർ ഓഫ് എ ഫാമിലി ട്രീ റീപ്രൊഡ്യൂസ്, അതായത് ഓരോ ഫാമിലിയിലും ഉള്ള ഓരോ മെമ്പേഴ്സും റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ജനറേഷൻ ഉണ്ടാവും. അപ്പം അതെന്താണ്, ആ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അരിത്തമെറ്റിക്കലി ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സോ അത് ഓൺ അതർ ഹാൻഡ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് അരിത്തമെറ്റിക്കലി, അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനും അരിത്തമെറ്റിക്കലി ഇൻക്രീസ് ചെയ്യുന്നു. ആളുകൾ കൂടുന്നതിനനുസരിച്ച് അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഫുഡും എന്തായിട്ട് മാറുകയാണ്, ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഓൺലി ഇൻക്രീസസ് അറ്റ് ഗിവൺ പോയിൻറ്റ്സ് ഇൻ ടൈം. അതുകൊണ്ട് നമുക്ക് ടൈമിനനുസരിച്ച് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാൽത്തൂസ് റോട്ട് ദാറ്റ് ലെഫ്റ്റ് ആൻഡ് അൺചെക്ക് പോപ്പുലേഷൻ ക്യാൻ അഡ്ഗ്രോ ദർ റിസോഴ്സ്. അപ്പോൾ റിസോഴ്സിനനുസരിച്ചുള്ള ഒരു ഗ്രോത്ത് അല്ല എന്നാണ് മാൽത്തൂസ് പറഞ്ഞു വെച്ചത്. According to Malthus, there are two types of check that can reduce a population growth rate. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അല്ലെങ്കിൽ മാൽത്തൂസ് തന്നെ പറയുകയാണ്, ഈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ടൈപ്പിലുള്ള ചെക്കുകളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. First is the preventive checks, and voluntary actions people can take to avoid contributing to the populations. Because of this religious belief, he supported a concept called moral restraint, in which people resist the urge to marry and reproduce until they are capable of supporting a family. അപ്പോൾ അദ്ദേഹം പറയുവാണ്, അത് എന്താ പറയുക, ഫസ്റ്റ് അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ചെക്കുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഈസ് ദ പ്രിവെൻറ്റീവ് ചെക്കാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രിവെൻറ്റീവ് ചെക്കിൽ എന്താണെന്ന് വെച്ചാൽ
ആളുകൾ സ്വയം വിചാരിക്കുക എന്താ നമ്മൾ പോപ്പുലേഷൻ റേറ്റ് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളുകൾ സ്വയം വോളണ്ടറി ആയിട്ട് ചിന്തിച്ച് അതനുസരിച്ച് എന്താ പറയുക നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് അദ്ദേഹം ആ ഒരു ഫാക്റ്റിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ചെക്കിനെ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു റിലീജിയസ് ബിലീഫ്, അതായത് ഒരു ആചാരം ആയിട്ടുള്ള മോറൽ റെസ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു റിലീജിയസ് ബിലീഫായിരുന്നു മോറൽ റെസ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ മോറൽ റെസ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ, ഒരു ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാൻ കേപ്പബിൾ അല്ലാകുന്നിടം വരെ നമ്മളല്ല ആർന്നിരുന്ന ആളുകൾ കല്യാണം കഴിക്കത്തുമില്ല. ഇൻ കേസ് അവർ കല്യാണം കഴിച്ചാൽ തന്നെ അവരെന്ത് ചെയ്യത്തില്ല, ഒരു റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർ പ്രിപ്പയർഡ് അല്ലായിരുന്നു. മീൻസ് അവർക്ക് ആ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന അത്രയും നാൾ ഒന്നെങ്കിൽ അവർ മാരേജ് ചെയ്യില്ല. ഇൻ കേസ് അവർ മാരേജ് ചെയ്താൽ തന്നെ എന്താ പറയുക, ഈ റീപ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അവർ ചിന്തിച്ചിരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ബിലീഫായിരുന്നു മോറൽ റെസ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിവെൻറ്റീവ് ചെക്സിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ ഒരു റിലീജിയസ് ബിലീഫിനെയും കൂടി അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. This often means waiting until a later age to marry. അതായത് ഈ എന്താ പറയുക, മോറൽ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ കുറച്ച് പ്രായമായതിനു ശേഷം മാത്രമേ മാരേജിനെ പറ്റിയിട്ട് ആലോചിക്കത്തുള്ളായിരുന്നു. He also wrote that immoral ways to check the population such as vices, adultery, prostitution and birth control. എന്താ പറയുക, അദ്ദേഹം ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും അദ്ദേഹം പറഞ്ഞിരുന്നു. ഡ്യൂ ടു ഹിസ് ബിലീവ് ഹി ഫേവേർഡ് മോറൽ റെസ്ട്രെയിൻ ആൻഡ് ഡിഡ് നോട്ട് സപ്പോർട്ട് ദ ലേറ്റർ പ്രാക്ടീസസ്. അപ്പം എന്താ പറയുക, ഇമ്മോറലായിട്ട് നടക്കുന്നതിനെ പറ്റിയും അദ്ദേഹം എഴുതിയിരുന്നു. പക്ഷേ അദ്ദേഹം ബേസിക്കലി അതിനൊന്നും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ബട്ട് അദ്ദേഹം മോറൽ റെസ്ട്രെയിനെ മാത്രം സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഈ പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ ഫസ്റ്റ് ചെക്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു മോറൽ റെസ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു റിലീജിയസ് ബിലീഫ്. അതുകൊണ്ട് അതിനെ മാത്രം അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. ഇനിയും പ്രിവെൻറ്റീവ് ചെക്സ് കഴിഞ്ഞ്, അതാണ് നമ്മുടെ ഫസ്റ്റ് ചെക്ക് എന്ന് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചെക്കാണ് പോസിറ്റീവ് ചെക്സ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ചെക്സ് ടു പോപ്പുലേഷൻ ഗ്രോത്ത് ആർ തിങ്സ് ദാറ്റ് മേ ബി ഷോർട്ടൻ ദ ആവറേജ് ലൈഫ് സ്പാൻ സച്ച് എസ് ഡിസീസ്, വാർഫെയർ, ഫെമിൻ ആൻഡ് പുവർ ലിവിങ് ആൻഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്സ്. അതായത് എന്താ പറയുക, നമ്മുടെ ജീവിത ദൈർഘ്യം കുറയുക. അതെന്തുകൊണ്ടാണ് കുറയുക? മേ ബി നമുക്കൊരു അസുഖം വരാം, അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം, ഒരു ഫാമിൻ മീൻസ് ദാരിദ്ര്യം, പുവർ ലിവിങ് കണ്ടീഷൻസ്, അസുഖം, വാർഫെയർ, അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് വരുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം. അങ്ങനെയും ഒരു എന്താ പറയുക, ഒരു പോപ്പുലേഷൻ റേറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അക്കോർഡിംഗ് ടു മാൽത്തസ്, ഇവൻച്വലി ദീസ് പോസിറ്റീവ് ചെക്സ് would result in a Malthusian catastrophe, also sometimes called Malthusian crisis, which is a forced return of a population to basic survival. അതായത് നമ്മുടെ എന്താ പറയുക, അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്, നമ്മുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ്സിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്സിലെ പുവർ കണ്ടീഷൻസ്, ഫാമിൻ, ഡിസീസസ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് പോപ്പുലേഷൻ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് പറ്റും. അതാണ് പോസിറ്റീവ് ചെക്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് മാൽത്തസ് പറഞ്ഞ, അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവൻച്വലി ഈ പോസിറ്റീവ് ചെക്സ് പിന്നീട് മാൽത്തൂസിയൻ കാറ്റസ്ട്രോഫ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി, അല്ലെങ്കിൽ മാൽത്തൂസിയൻ ക്രൈസിസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. എന്താ ഈ പോസിറ്റീവ് ചെക്സ്? അപ്പോൾ അതാണ് നമ്മുടെ ബേസിക് സർവൈവലിന് വേണ്ടിയിട്ട്, നമ്മുടെ എന്താ പറയുക, ബേസിക് സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയായിട്ട് പിന്നീട് ഇത് മാറി. ഇതിനെ നമ്മൾ മാൽത്തൂസിയൻ കാറ്റസ്ട്രോഫ് അല്ലെങ്കിൽ മാൽത്തൂസിയൻ ക്രൈസിസ് എന്ന പേരിലൊക്കെ പിന്നീട് ഈ പോസിറ്റീവ് ചെക്സിനെ അറിയപ്പെടാനായിട്ട് തുടങ്ങി. The Irish potato famine of the 19th century has been considered classic example of a Malthusian catastrophe. അതായത് ഈ മാൽത്തൂസിയൻ കാറ്റസ്ട്രോഫ് അല്ലെങ്കിൽ മാൽത്തൂസിയൻ ക്രൈസിസിനൊരു എക്സാമ്പിൾ പറയുന്നത് 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഐറിഷ് പൊട്ടറ്റോ ഫാമിനാണ്. In addition to dealing with political and economical relation with England and fragmentation of their land, the rapidly growing Irish population was running out of food. അതായത് എന്താ പറയുക, നമ്മുടെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ റിലേഷൻ വിത്ത് ഇംഗ്ലണ്ട്, അതായത് നമ്മുടെ അയർലൻഡിന്, ഐറിഷ് ഉദ്ദേശിക്കുന്നത് അയർലൻഡിലാണ്, അയർലൻഡിലെ ആളുകളെയാണ് നമ്മൾ ഐറിഷ് പീപ്പിൾ എന്ന് പറയാറ്. അപ്പോൾ അവർക്ക് ഈ ഇംഗ്ലണ്ടുമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ആൻഡ് ഒരു ഇക്കണോമിക് റിലേഷൻ ഇംഗ്ലണ്ടുമായിട്ട് ഉണ്ടായിരുന്നു ഈ അയർലൻഡിൽ. പക്ഷേ അവരുടെ എന്താ പറയുക, അവരുടെ ലാൻഡുകളൊക്കെ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് റിലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഇംഗ്ലണ്ടുകാർ ഈ ഐറിഷ് പോപ്പുലേഷൻ
കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, പൊട്ടറ്റോ ഫാമിൻ ഉണ്ടാകുന്ന രീതിയിൽ, അതായത് അവിടെയുള്ള ആളുകൾ കൂടുതൽ ആഹാരം കഴിച്ചിരുന്നത് പൊട്ടറ്റോ ആണ്. അപ്പോൾ ആ പൊട്ടറ്റോ ഇല്ലാണ്ട് വരിക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, അവർക്ക് കഴിക്കാൻ ആഹാരമില്ലാതെ വരിക എന്നുള്ളൊരു സിറ്റുവേഷനാവും. അപ്പോൾ അതിന് അങ്ങനൊരു ക്രൈസിസ് അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ മാൽത്തൂസൻ കാറ്റസ്ട്രോഫിനൊരു എക്സാമ്പിളായിരുന്നു. ഇനിയും അതെന്താണെന്ന് നോക്കാം. മാൽത്തൂസൻ കാറ്റസ്ട്രോഫ്. These are often under factors involved in events that could be labeled as Malthusian catastrophes. So many scholars take questions when providing modern examples. അപ്പം ടിപ്പിക്കൽ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടത്, ഐറിഷ് പൊട്ടറ്റോ ഫാമിൻ എന്ന് പറയുന്നത് 19th സെഞ്ച്വറിയിൽ നടന്നത്. അത് മാൽത്തൂസിയൻ കാറ്റസ്ട്രോഫിനൊരു എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ള സ്കോളേഴ്സും ഒക്കെ ഇതിനൊരു എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എ ഗ്രാഫ് ഇല്ലുസ്ട്രേറ്റിംഗ് മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഗ്രാഫ് കാണാനായിട്ട് പറ്റും. മാൽത്തൂസിയൻ തിയറി പ്രകാരമുള്ള പോപ്പുലേഷൻ ഗ്രോത്താണ്. നമ്മുടെ റിസോഴ്സസ് കണ്ടോ, റിസോഴ്സസിനനുസരിച്ചുള്ളൊരു പോപ്പുലേഷൻ. ഇപ്പോൾ റിസോഴ്സസിൻ്റെ ഒരു ലീനിയർ ഇൻക്രീസാണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്തിൻ്റെ എങ്ങനത്തെ ഇൻക്രീസാണ് കാണാൻ പറ്റുന്നത്, ഒരു വളരെ എന്താ പറയുക, വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു ഇൻക്രീസാണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് പോപ്പുലേഷനെ പറ്റിയിട്ട് കാണുവാനായിട്ട് പറ്റുന്നത്. A Malthusian catastrophe, also known as Malthusian check, Malthusian crisis, Malthusian spectre, and Malthusian crunch, is a prediction that population growth will outpace agricultural production, that will be too many people and not enough food. അപ്പോൾ മാൽത്തൂസിയൻ കാറ്റസ്ട്രോഫ് അതിനെ പല പേരുകളിൽ അറിയപ്പെടും. അതൊക്കെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, വായിച്ചാൽ മനസ്സിലാവും. ക്രൈസിസ് ചെക്ക് എന്ന പേരിലൊക്കെ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്തും നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനും തമ്മിലുള്ളൊരു റിലേഷനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു മാൽത്തൂസിയൻ കാറ്റസ്ട്രോഫ് എന്ന് പറയുന്നത്. അതിലെന്താ പറയുന്നത് വെച്ചാൽ, ആളുകൾ ഒരുപാടുണ്ടാവും, പക്ഷേ ആളുകൾക്ക് ആവശ്യമായ ഫുഡ് ലഭിക്കാതെ വരും, ആഹാരം ലഭിക്കാതെ വരും. അതിനെയാണ് മാൽത്തൂസിയൻ ക്രൈസിസ് എന്നൊക്കെ പറയുന്നത്. Growing population will soon occupy the planet's agriculture production capacity. In other words, at some point there will be far too many people and very limited food supply. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് ആളുകൾ ഉണ്ടാവും, പക്ഷെ അവർക്കൊന്നും കറക്റ്റായിട്ടുള്ള ഫുഡൊന്നും ചിലപ്പം കിട്ടുന്നുണ്ടാവില്ല. This is leading to great unrest. Malthus was of the opinion that the growth of human population is geometric, roughly double every 25 years, whereas food production would grow arithmetically. This would ultimately lead to famine and starvation, unless the birth will be controlled in some way. അപ്പം മാൽത്തസിൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം നമ്മൾ അരിത്തമെറ്റിക്കലായിട്ട്, അതായത് വളരെ ഒരു സ്റ്റഡി ഒരു ഇൻക്രീസോട് കൂടി നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ ആദ്യം ഇൻക്രീസ് ചെയ്യുക. പക്ഷേ പോപ്പുലേഷൻ അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. ഒരു 25 വർഷം കൂടുമ്പം, ഇപ്പോൾ 10 ഇപ്പോഴത്തെ പോപ്പുലേഷൻ എങ്കിൽ ഒരു 25 വർഷം കഴിയുമ്പോഴേക്കും അത് 20 ആകും. അന്നേരം അത് ഡബിൾ ചെയ്യുക. അപ്പോൾ ആഫ്റ്റർ 25 ഇയേഴ്സിൽ ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ്റെ ഡബിൾ ആകുക. പക്ഷേ ഫുഡ് പ്രൊഡക്ഷൻ ഇപ്പോൾ ഈ വർഷം 10 ആണെങ്കിൽ അത് അടുത്ത വർഷം അത് 20 ആകണം, പിന്നീട് അത് 30 ആകണം. അങ്ങനെ ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ട് വരിക, പോപ്പുലേഷൻ കുറച്ചുകൊണ്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഉള്ള ഒരാളായത് മാൽത്തസ് എന്ന് പറയുന്നത്. അതല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിൻ, സ്റ്റാർവേഷൻ പോലുള്ള പല എന്താ പറയുക ഡിസാസ്റ്റേഴ്സ് തന്നെ സംഭവിക്കും. Malthus argued that the short-term gains of an improved standard of living would be undermined as the human population growth exceeded the production capacity of food, thus forcing the living standard back to mere subsistence. അതായത് അതുപോലെ തന്നെ ഈ ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് വന്നാൽ നമുക്കൊരു ബെറ്റർ സ്റ്റാൻഡേർഡ് ലിവിങ് കണ്ടീഷൻസ് ഒന്നും ആളുകൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഒരു മാൽത്തൂസിയൻ കാറ്റസ്ട്രോഫ്സിനെ പറ്റിയിട്ട് ഇത്തരം കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ക്ലാസ് കേട്ടതിന് ശേഷം വായിച്ച് നോക്കും, അപ്പോൾ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. എന്താ പറയുക, അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. നമ്മൾ ഓൾറെഡി ബയോളജി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നാച്ചുറൽ സെലക്ഷൻ എന്താണ്, അതുവഴി ഫോം ചെയ്തിട്ടുള്ള ഇവല്യൂഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് തിയറി ഓഫ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ.
Charles Darwin was the British naturalist who proposed the theory of biological evolution by natural selection. Darwin defined evolution as descent with modification, an idea species over time give rise to new species and share a common ancestor. The mechanism that Darwin proposed evolution is natural selection because resources are limited in nature. Organisms with heritable traits that favor survival and reproduction will tend to leave more offspring than their peers, causing the traits to increase the frequency over generation. Natural selection causes population to become adapted or increasingly well suited to their environments over time. Natural selection depends on the environment and requires exhibit heritable variation in a group. The basic idea of biological evolution is that a population and species of organisms change over time. In the 1850s, Darwin wrote an influential and controversial book called On the Origin Species. In it, he proposed the species evolve, as he put, descent with modification, and that all living things can trace their trends to a common ancestor. അതായത് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് നാച്ചുറലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ വഴി ബയോളജിക്കൽ ഇവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ ഫോം ചെയ്ത് കൊണ്ടുവന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ എവല്യൂഷനെ പറ്റിയിട്ട് അദ്ദേഹം ഡിഫൈൻ ചെയ്തത്, അതായത് ഡീസൻ വിത്ത് മോഡിഫിക്കേഷൻസ് ആയിരുന്നു. ഡീസൻ വിത്ത് മോഡിഫിക്കേഷൻസ് എന്നാണ് അദ്ദേഹം എവല്യൂഷനെ ഡിഫൈൻ ചെയ്തത്, അതായത് ചാൾസ് ഡാർവിൻ. അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ സെലക്ഷൻ തിയറി പ്രകാരം എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും, ബയോളജിയിൽ പഠിച്ചാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതായത് നമ്മുടെ ഈ എർത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ എൻവയോൺമെൻറ്റിൽ റിസോഴ്സസ് എന്ന് പറയുന്നത്, അതായത് പലതരത്തിലുള്ള ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, എവറിത്തിങ്, അതിനെയൊക്കെയാണ് നമ്മൾ റിസോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. റിസോഴ്സസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. അതായത് ഈ ഉണ്ടാവുന്ന എല്ലാ ഓർഗാനിസത്തിനും ലിവ് ചെയ്യാനായിട്ടുള്ള റിസോഴ്സസ് ഒന്നും ചില കണ്ടീഷൻസിൽ ഉണ്ടാവില്ല. അപ്പോൾ ആ കണ്ടീഷൻസിനെയൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസം ഏതാണോ അതെന്ത് ചെയ്യും, ഭൂമിയിൽ നിലനിൽക്കും. അല്ലാത്ത എന്ത് ചെയ്യും, ഭൂമിയിൽ നിന്ന് എലിമിനേറ്റ് ആയി പോകും. അതാണ് അദ്ദേഹം എന്താ പറയുക സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറയുന്നത്. അത് നാച്ചുറലി അവയെ സെലക്ട് ചെയ്യുവാണ്. ഏതാണോ ഈ ഒരു ലിവിങ് കണ്ടീഷനിൽ ജീവിക്കാൻ പര്യാപ്തമായത് അത് മാത്രം ജീവിക്കുക, അല്ലാത്തത് ഇല്ലാതായി പോകും. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ചാൾസ് ഡാർവിൻ കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ എൻവയോൺമെൻറ്റിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ കഴിവുള്ളത് ജീവിക്കും എന്നാണ് പറയുന്നത്. പിന്നെ 1950 അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യൽ, അതുപോലെ തന്നെ എന്താ പറയുക കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു ബുക്ക് അദ്ദേഹം എഴുതി. അതിൻ്റെ പേര് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്നായിരുന്നു. അതിൽ അദ്ദേഹം ഈ വക കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ആ ഒരു ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഇങ്ങനെ എന്താ പറയുക നമുക്ക് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളൊരു ആൻസിസ്റ്റർ കാണും കേട്ടോ. കോമൺ ആയിട്ടുള്ളൊരു ആൻസിസ്റ്ററിൽ നിന്നും ഉണ്ടായി വരുന്ന ഓഫ് സ്പ്രിങ്സിൽ ഏതാണോ എന്താ പറയുക സർവൈവ് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രം സർവൈവ് ചെയ്യും, അല്ലാത്തത് ഇല്ലാണ്ടായിപ്പോൾ. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ളൊരു ആൻസിസ്റ്റർ ഉണ്ടാവും. ആ ആൻസിസ്റ്ററിൽ നിന്നും ഉണ്ടാവുന്ന ഓഫ് സ്പ്രിങ്സ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ ഈ കുട്ടികളെന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഓഫ് സ്പ്രിങ്സ്. അപ്പോൾ അതിൽ തന്നെ സർവൈവ് ചെയ്യാൻ ഫിറ്റായിട്ടുള്ളത് ഏതാണോ അത് സർവൈവ് ചെയ്തു പോകും. അതാണ് അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം പറയുന്നത്. ഡാർവിൻസ് കൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ വാസ് ബേസ്ഡ് ഓൺ സെവറൽ കീ ഒബ്സർവേഷൻസ്. കുറച്ച് ഒബ്സർവേഷൻസിൻ്റെയൊക്കെ ബേസിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ പറഞ്ഞു വെച്ചതും. ഫസ്റ്റ് ഇസ് ട്രേറ്റ്സ് ആർ ഓഫൺ ഹെറിറ്റബിൾ ഇൻ ദ ലിവിങ് ഓർഗാനിസം. മെനി ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഇൻഹെറിറ്റഡ് ഓർ പാസ്ഡ് ഫ്രം പേരൻസ് ടു ഓഫ് സ്പ്രിങ്സ്. അതായത് നമുക്ക് ചില ട്രേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ചില കഴിവുകളെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ഹെറിറ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻബോണായിട്ട് നമുക്ക് ചില കഴിവുകളൊക്കെ കിട്ടും. അതായത് പേരൻസിൽ നിന്ന് നമുക്ക് ഇൻബോൺ ആയിട്ട് പേരൻസിൽ നിന്ന് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ചിലതൊക്കെ ഉണ്ടാവും. മോർ ഓഫ് സ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ് ദാറ്റ് ക്യാൻ സർവൈവ്. Organisms are capable of producing more offspring than their environments can support. Thus, there is a competition for limited resources in each generation. അപ്പോൾ ചില ഇതിലുണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത് ഒരുപാട് എണ്ണം കാണും. അപ്പം എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ കാണില്ല. അപ്പോൾ അവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും. അപ്പോൾ ഒരു ലിമിറ്റഡ് റിസോഴ്സസിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാകും. ആ കോമ്പറ്റീഷനിൽ വേണമെങ്കിൽ വിൻ ചെയ്യുന്ന ആരാണോ അവർ സർവൈവ് ചെയ്യും, ഫെയിലായി പോകുന്നവർ അവിടെ എലിമിനേറ്റ് ചെയ്തു പോകും. ആ ഒരു ഇതും കൂടെ ഉണ്ട്.
പിന്നെ അടുത്ത ഫാക്ടർ എന്ന് ബേസ്ഡ് ഓൺ ദീസ് സിമ്പിൾ ഒബ്സർവേഷൻസ്, അപ്പോൾ ഈ ഒരു സിമ്പിൾ ഒബ്സർവേഷൻസിൻ്റെയൊക്കെ ബേസിൽ അദ്ദേഹം ഡാർവിൻസ് കൺക്ലൂഡ് ചെയ്തു ഇൻ എ population, some individuals will have inherited traits that help them survive and reproduce. The individuals with the helpful traits will leave more offspring in the next generation than their peers, since the traits make them more effective at surviving and reproducing. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷനായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ചില നമ്മൾ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ചില ട്രെയ്റ്റ്സ്, അതായത് ചില കഴിവുകളൊക്കെ നമുക്ക് ഇൻബോണായിട്ട് കിട്ടും, അതായത് പേരൻസിൽ നിന്നും കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ കിട്ടുന്നവർക്ക് കൂടുതൽ സർവൈവ് ചെയ്യാനായിട്ട് കഴിയും. അതൊരു ഹെൽപ്പിംഗ് ഫാക്ടറായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചില ട്രെയ്റ്റ്സൊക്കെ ഇൻഹെറിറ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻബോണായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് സർവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്ഫുൾ ആകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ബിക്കോസ് ഓഫ് ദ ഹെൽപ്ഫുൾ ട്രെയ്റ്റ്സ് ആർ ഹെറിറ്റബിൾ and because organisms with these trends leave more offspring, the trends will tend to become more common in the next generation. അപ്പം ഇങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് നമുക്ക് ഹെറിറ്റബിളായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓഫ്സ്പ്രിങ്സിനെ കൊടുക്കാനും പറ്റും. എന്താ പറയുക, ഈ ട്രെയ്റ്റ്സ് ഒക്കെ കൂടുതൽ കോമൺ ആയിട്ട്, അതായത് അടുത്ത ജനറേഷനിലും ഈ ട്രെയ്റ്റ്സ് കൂടുതൽ കോമൺ ആയിട്ട് മാറുന്നതിനും കാരണമാകും. ഇപ്പോൾ പാട്ട് പാടാൻ അറിയാവുന്ന ഒരു എക്സാമ്പിൾ തന്നെ ഉള്ളൂ കേട്ടോ. പാട്ട് പാടാൻ മെയിൻലി ഹ്യൂമൻസിൻ്റെ അല്ല, മറ്റു ഓർഗാനിസത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം കുരങ്ങന് ഇപ്പം എന്താ പറയുക, മരത്തിൽ നിന്ന് ചാടാനായിട്ടുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ കുരങ്ങിന് ജനിക്കുന്ന എത്ര ഓഫ്സ്പ്രിങ് ആയിക്കോട്ടെ എല്ലാത്തിനും ചാടാനായിട്ടുള്ള കഴിവ് കിട്ടുമെന്ന് വെച്ചു. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കുരങ്ങിന് മാത്രമേ ചാടാനായിട്ടുള്ളൊരു കഴിവ് ഉള്ളതെന്ന് വെച്ചോ, ആ കുരങ്ങളിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ആ ഒരു കഴിവ് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോഴേക്കും ആ ചാടാൻ കഴിയുക എന്ന് പറഞ്ഞൊരു കോമൺ ട്രെൻഡായിട്ട് അല്ലെങ്കിൽ കോമൺ ട്രെയ്റ്റ് ആയിട്ട് മാറും. അങ്ങനെ ഓവർ ജനറേഷൻസ് ദ പോപ്പുലേഷൻ വിൽ ബിക്കം അഡാപ്റ്റഡ് ടു ദിസ് എൻവയോൺമെൻറ്റ്. അതായത് ജനറേഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് എൻവയോൺമെൻറ്റിൽ നിന്നും ഒരുപാട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും ജനറേഷൻ മാറുന്നതനുസരിച്ച്. Darwin's model of evolution by natural selections allowed to him explain the patterns he had seen during his travels. അദ്ദേഹത്തിൻ്റെ ട്രാവലിംഗ് ടൈമിൽ കണ്ട കാര്യങ്ങളെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും എന്താ പറയുക, ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ അദ്ദേഹത്തിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് population explosion. Population explosion is defined as the condition to have more people that can live on the earth in comfort, happiness and health and still live in the world a fit place for future generation. അതായത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ ഡെഫിനിഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്താണ്? നമ്മുടെ ആളുകൾക്ക് ജീവിക്കാനുള്ള കണ്ടീഷൻസ് കൊടുക്കുക, അവർക്ക് നമ്മുടെ എർത്തിൽ ജീവിക്കാൻ വളരെ കംഫർട്ടായിട്ട്, ഹാപ്പി ആയിട്ട്, ഹെൽത്തി ആയിട്ട് അവർക്കൊരു ഫ്യൂച്ചർ ജനറേഷൻ കൊടുക്കാൻ കഴിയുന്ന തക്ക രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ആ ഒരു ലിവിങ് കണ്ടീഷനെ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ പറയുന്നതാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന്. വേൾഡ് പോപ്പുലേഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് ടു 8 billion by the year 2025. At present, China has the highest population and India is the second most populated country. അറിയാമല്ലോ, ചൈനയാണ് ഇപ്പോൾ പോപ്പുലേഷനിൽ ഫസ്റ്റ് നിൽക്കുന്നത്. തൊട്ട് പിന്നിൽ തന്നെ ഇന്ത്യയുണ്ട്. In India, UP, Bihar, MP and Rajasthan have more growth rates and less literacy rate. ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ UP, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാനിലൊക്കെയാണ് കൂടുതൽ പോപ്പുലേഷൻ. പക്ഷേ അവിടുത്തെ ലിറ്ററസി റേറ്റ് കുറച്ച് കുറവായിരിക്കും. The rate of population growth is 21.34% in India, while Madhya Pradesh and Rajasthan together have 49 as the growth rate. Population ഇന്ത്യയിലെ പോപ്പുലേഷൻ്റെ ഒരു ഇന്ത്യയിലെ പോപ്പുലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 21.34% ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതിൽ തന്നെയും MP, മധ്യപ്രദേശും രാജസ്ഥാനും 49%ഓളം ഇൻക്രീസ് വരുന്നുണ്ട് എല്ലാ വർഷവും. India's literacy rate is 65.38. Kerala, Tamil Nadu, Andhra Pradesh and Goa has lowered their growth rate. ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 65.38%. പക്ഷേ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗോവ അങ്ങനെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനൊക്കെ പൊതുവെ ഗ്രോത്ത് റേറ്റ് കുറവാണ്. സെക്സ് റേഷ്യോ ഇൻ UP ഈസ് 882 women per 1000 men. ബീഹാർ ദിസ് മച്ച്, കേരള ദിസ് മച്ച്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മുടെ UPയിലെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1000 മെന്നിന് 882 വുമണാണ്. സോറി കേട്ടോ,
1000 മെന്നിന് 882 വുമണാണ് ഇവിടെ യു പിയിൽ. ബീഹാറിലേക്ക് വന്നു കഴിയുമ്പോൾ 1000 മെന്നിന് 912 വിമനാവും. കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ വിമൻ്റെ എണ്ണമാണ് കൂടുതൽ, 1140. എത്ര മെന്നിനാണ്? 996. അപ്പോൾ വിമനിൻ്റെ എണ്ണമാണ് കൂടുതൽ ഇൻ കേരള. ആന്ധ്രാപ്രദേശ് ഹാസ് 75.7 billion population. Population density is 275 per square centimeter. Sex ratio is this much. Percentage growth is 13.8%. Literacy rate is 61.11%. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ എത്രയാണ്? 75.7 മില്യൺ പോപ്പുലേഷനാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 275 പെർ സ്ക്വയർ കിലോമീറ്ററാണ്. അവിടുത്തെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 978 വുമൻ പെർ മെൻ ആണ്. പിന്നെ പെർസെൻറ്റേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് 13.8% ആണ്. അവിടുത്തെ ലിറ്ററസി റേറ്റ് കുറച്ച് കുറവാണ്, 61.11. ഇനിയും കോസസ് ഓഫ് റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഇങ്ങനെ വളരെ പെട്ടെന്ന് പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുന്നതിനുള്ള കാരണം എന്തൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, മെഡിക്കൽ ടെക്നോളജി അലോങ് വിത്ത് ഗെയിൻസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വിത്തിൻ മെനി ഡെവലപ്പിംഗ് നേഷൻസ്. കോസസ് ഓഫ് റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത്, അതായത് ഇങ്ങനെ എന്താ പറയുക, കോസസ് ഓഫ് റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന കാരണം എന്താ? അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ കൂടും, ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും കൂടും, പിന്നെ മെഡിക്കൽ ടെക്നോളജി കൂടും, അതായത് എഡ്യൂക്കേഷൻസ് കൂടും. ഇപ്പോൾ എഡ്യൂക്കേഷൻ കൂടുന്നതിനനുസരിച്ച് നല്ല നല്ല ജോബ്സ് കിട്ടും. അപ്പോൾ നമ്മുടെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരിക്കും വിത്തിൻ മെനി ഡെവലപ്പിംഗ് നേഷൻസ്. അതായത് ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രിയിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇനി പീപ്പിൾ ആർ ഏബിൾ ടു ഫൈറ്റ് ആൻഡ് ക്യൂർ ഡെഡ്ലി ജേംസ് ദാറ്റ് ക്യാൻ വൺസ് കിൽ ദം. അതുപോലെ തന്നെ ഇപ്പം മനുഷ്യരെ ഒരു തവണ കൊന്ന അല്ലെങ്കിൽ മനുഷ്യൻ എന്തെങ്കിലും ഹാംഫുള്ളായിട്ട് വരുന്ന ജേംസിനെ കൊല്ലാൻ അല്ലെങ്കിൽ അവയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് പീപ്പിളിനെ സാധിക്കും. ഇൻ അഡീഷൻ, ബിക്കോസ് ഓഫ് ദ ടെക്നോളജി പീപ്പിൾ കുഡ് പ്രൊഡ്യൂസ് മോർ ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്. ഗ്രാജുവലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം ദീസ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻസ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ വേൾഡ്, ലോവറിംഗ് ഡെത്ത് റേറ്റ്സ് ആൻഡ് ഇംപ്രൂവിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ഫോർ മോസ്റ്റ് പീപ്പിൾ. അതായത് ടെക്നോളജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് എന്താ പറയുക, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, പുതിയ പുതിയ ഡിസ്കവറീസ്, ഇൻവെൻഷൻസ് ഒക്കെ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഡെത്ത് റേറ്റ് കുറയ്ക്കാൻ പറ്റും, നമ്മുടെ പല ആളുകളുടെ ലിവിങ് കണ്ടീഷൻസ് ബെറ്റർ ആക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇംപ്രൂവ്മെൻറ്റ് ഇൻ പബ്ലിക് ഹെൽത്ത് വിച്ച് ലീഡ് ടു ഇൻക്രീസ്ഡ് ഫെർട്ടിലിറ്റി റേറ്റ് ആൻഡ് ബർത്ത് റേറ്റ്, ഡിക്രീസ്ഡ് മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി റേറ്റ്സ്. അത് പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഫലമായിട്ട് നമുക്ക് ഫെർട്ടിലിറ്റി റേറ്റും അതുപോലെ തന്നെ ബർത്ത് റേറ്റും ഒക്കെ കൂട്ടാൻ പറ്റും. മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കുറയ്ക്കാനായിട്ടും പറ്റും. അപ്പോൾ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇതായിട്ട് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയാവും എന്നുള്ളതാണ് ഈ ഇതിൽ പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ഇത് നമ്മൾ കോമൺ ആയിട്ട് അറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് നല്ല സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ നിങ്ങളിത് ഓരോ പോർഷൻസും നിങ്ങൾ വായിച്ച് നോക്കണം. വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് വരാനായിട്ടൊന്നും ഇല്ല, കാരണം നിങ്ങളത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാമെന്നേ ഉള്ളൂ. കാരണം സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ചുറ്റിനും നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ഓരോന്നിൻ്റെയും ഈ വാല്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്നും നിങ്ങൾ എന്താ പറയുക കറക്റ്റായിട്ട് പഠിക്കണം എന്നൊന്നുമില്ല. ബട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, ഓരോ സ്റ്റേറ്റിനും ഇങ്ങനെയാണ്, ഇന്ത്യയിൽ വരുന്നത് എങ്ങനെയാണ്, ഓവറോൾ വേൾഡ് എങ്ങനെയാണ്, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കണം നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്കിവിടെ വെച്ച് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.